വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലബാറിൻ്റെ സ്വന്തം സ്നാക്ക് കായ്പോള. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 2 പഴുത്ത ഏത്തപ്പഴം, 4 മുട്ട, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, നെയ്യ്, 3 ടേബിൾ സ്പൂൺ പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി. പഴം ഒന്ന് അരിഞ്ഞെടുക്കാം. പഴം അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ മിക്സിയുടെ ഈ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് ആദ്യം ഒന്ന് പൊടിക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. മിക്സിയിൽ പഞ്ചസാര ആദ്യം ഇട്ട് പൊടിച്ചത് മുട്ടയോടൊപ്പം പഞ്ചസാരയും കൂടി ഇട്ടടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പഞ്ചസാര നന്നായിട്ട് അലിയത്തില്ല. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 4 മുട്ട, ഒരു നുള്ളു ഉപ്പ്, പാല്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട അടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഏലക്കാപ്പൊടി തന്നെ ചേർക്കണമെന്നില്ല. പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏലക്ക ഇട്ടാലും മതി. 2 ഏലക്ക ഇടാം. ഇനി സ്റ്റൗ ഓണാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇത്രയും വലിയ പാൻ എടുത്തത്. ഇനി ഏത്തക്ക വഴറ്റുന്നത് ഇതിൽ തന്നെയാണ്. മുന്തിരി, കോരിയെടുക്കാം. ഏത്തക്ക, അത് ഈ നെയ്യിൽ വഴറ്റിയെടുക്കാം. പഴം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മുട്ട അടിച്ചതിലേക്ക് പഴറ്റി ഏത്തക്ക ചേർക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി, കുറച്ച് അതിൻ്റെ മുകളിലിടാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കിടക്കുന്ന തവയാണ്. അത് ലോ ഫ്ലെയിമിലിടാം. ഇനി ഇതിലേക്ക് നമ്മുടെ പാൻ വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഹീറ്റ് അടിച്ചു കഴിഞ്ഞിരുന്നാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിൻ്റെ അടിഭാഗം. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് അല്പം നെയ്യ്, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ടൊക്കെ പറ്റി പിടിക്കാതിരിക്കും. ഇനി ഈ മിക്സ് ഇതിൽ ഒഴിക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇതൊരു 1/4 ഭാഗം വേവാകുമ്പോൾ അടപ്പൊന്ന് തുറന്നിട്ട് ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിൻ്റെ മുകളിലിടണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിനിടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
വേണ്ട, ഒട്ടുന്ന ഒന്നുമില്ല. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കായ്പോള റെഡിയായി. തവയിൽ മാറ്റിയിട്ട് മറ്റൊരു പാനിലേക്ക് ഇത് കമത്തി ഇടണം. ഇതിൻ്റെ മോൾഭാഗം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ പാനിലേക്കൊന്ന് കമത്തി ഇടാം. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മറുഭാഗവും ഒന്ന് ലൈറ്റായിട്ട് പൊരിച്ചെടുക്കാം. തീരെ ലോ ഫ്ലെയിമിലിടണേ. ഡയറക്റ്റായിട്ടാണ് ചൂടടിക്കുന്നത്. ഒരു 2 മിനിറ്റ് മതി, അതിൽ കൂടുതൽ ചെയ്യണ്ട. ഞാനിത് കമത്തിയിട്ട ഈ തവ നെയ്യ് പുരട്ടി വെച്ചിരുന്നതായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്ത കമിഴ്ത്തും കഴിഞ്ഞു. കായ്പോള ചെയ്യാനായിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കണം. നമ്മുടെ കായ്പോള. ഈ കായ്പോള ചെയ്തെടുക്കാനായിട്ട് എനിക്ക് 20 മിനിറ്റേ എടുത്തുള്ളൂ. എത്ര സമയം സ്റ്റൗവിൽ പാൻ ഇരിക്കണമെന്നുള്ളത് ആ പാനിൻ്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും. പരന്നതാകുമ്പോൾ കൂടുതൽ സമയം എടുക്കത്തില്ല. നിങ്ങളിതിന് ചെയ്യാനുള്ളത് അടിയിൽ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഞാൻ ഈ കാണിച്ചതുപോലെ വേണം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരു സേഫ്റ്റിയാണ്, അടിക്കേറി പിടിക്കില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് നിങ്ങളിതൊന്ന് തുറന്നു നോക്കണം. ഗ്ലാസ് ലിഡ് ആണെങ്കിൽ അതിൽ കൂടെ തന്നെ കാണാൻ പറ്റും. അതല്ലെന്നിട്ട് തുറന്നു നോക്കിയിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. വളരെ ടേസ്റ്റായിട്ടുള്ളതാണിത്. അത് മുട്ടയും ഏത്തപ്പഴവും നെയ്യും ഒക്കെ കൂടെ ചേരുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് അതൊന്ന് പ്രത്യേകത തന്നെ. എൻ്റെ വീട്ടിലിത് ചെയ്തു കഴിഞ്ഞിരുന്നാൽ പെട്ടെന്നാണ് പാത്രം ഒഴിയുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.